സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പുതുവർഷത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത ജാപ്പനീസ് നർത്തകി ഹിറോമി മാരുഹാഷിയാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ കലയോടുള്ള താല്പര്യത്താൽ ജപ്പാനിൽ നിന്നും കേരളത്തിലെത്തി മോഹിനിയാട്ടം, നങ്ങ്യാർകൂത്ത്, കളരിപ്പയറ്റ്, യോഗ ഇതൊക്കെ ഹൃദയസ്ഥമാക്കിയ ഹിറോമി ഇന്ന് കേരളത്തിലെ കലാസ്വാദകർക്ക് സുപരിചിതയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച ഹിറോമി ഈ വർഷവും കേരളത്തിലെത്തി സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തി. സ്വാഗതം ശ്രീമതി ഹിറോമി മാരുഹാഷി. നമസ്തേ. ജപ്പാനിൽ നിന്ന് ഇന്ത്യൻ ക്ലാസിക്കൽ കലയോട് ഇത്രയും വലിയൊരു താല്പര്യം തോന്നിയത് എങ്ങനെയാണ്? ഞാൻ മുമ്പ് കോൺടെമ്പററി ഡാൻസർ ആയിരുന്നു. പക്ഷേ കോൺടെമ്പററി ആയി മാത്രം ചെയ്ത ഒരു ശരിയില്ല. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും പണ്ടത്തെ ആർട്ട് ഫോം പഠിക്കാൻ വിചാരിച്ചു. റിസർച്ച് ചെയ്തപ്പോൾ കൂടിയാട്ടം, സംസ്കൃത് തിയേറ്ററിൽ ഏറ്റവും പണ്ടത്തെ കൂടിയാട്ടം എത്തി. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് സജിച്ചിന് കണ്ടു. സജി ടീച്ചറുടെ പെർഫോമൻസ് നല്ല ഇഷ്ടമായി. മാർഗി സതി സോറി, ഞാൻ എപ്പോഴും ചേച്ചി പറയും. സജി ചേച്ചിമോ ഗുരു അങ്ങനെ പറയുന്നത് സജി ചേച്ചി മതി എപ്പോഴും പറഞ്ഞു. അതുകൊണ്ട് സജി ചേച്ചി പറയുന്നതാ. സജി ചേച്ചി കണ്ടു. സജി ചേച്ചിയുടെ പരിപാടി നല്ല ഭംഗിയുണ്ട്. നല്ല ഞാൻ കരഞ്ഞു, വളരെ ഇഷ്ടമായി. പിന്നെ പഠിക്കാൻ തുടങ്ങി. അഭിനയ പൂതനമോക്ഷ അരങ്ങേറ്റം ചെയ്തു. പക്ഷേ നങ്ങ്യാർകൂത്ത് ജപ്പാന്റെ അവതരിക്കാൻ പറ്റില്ല. അത് മിറാവ് വേണം. അവിടെ മിറാവ് ഇല്ല. പിന്നെ കഥ കുറിച്ച് ഹോളോ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത് സജി ചേച്ചി ഞാൻ നേരെ എന്ത് ചെയ്യാൻ ചോദിച്ചു. സജി ചേച്ചി മോഹിനിയാട്ടം ചെയ്താൽ മതി പറഞ്ഞിട്ട് കലാമന്ദരം ലീലാമ്മ ടീച്ചറിന് പരിചയപ്പെട്ടു തന്നു. ലീലാമ്മ ടീച്ചർ നല്ല ടീച്ചർ. മോഹിനിയാട്ടം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു. ആ സമയത്ത് സംസ്കൃത് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ കലാമന്ദരം തിരിച്ചു പോയി. സജി ചേച്ചി തിരുവനന്തപുരം, ലീലാമ്മ ടീച്ചർ കലാമന്ദരം അങ്ങനെ. അതുകൊണ്ട് പിന്നെ CBN കളരിപ്പയറ്റ് പഠിക്കുന്ന സമയത്തായിരുന്നു തിരുവനന്തപുരം. അതുകൊണ്ട് അങ്ങോട്ട് പോകാം എങ്ങോട്ട് പോകാം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സജിച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയി. അത് സജിച്ചി കലാമന്ദരം തിരിച്ചു പോയിച്ചാൽ കലാമന്ദരം അവിടെ ജനിച്ചു. കലാമന്ദരം ജോയിൻ ചെയ്തു. അതുകൊണ്ട് ഞാൻ വരുമെങ്കിൽ കൂടുതൽ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. ലീലാമ്മ ടീച്ചറിന് മോഹിനിയാട്ടം പഠിക്കാം, സജിച്ചി നങ്ങ്യാർകൂത്ത് പഠിക്കാം. ഈ ജപ്പാനിൽ ഇരുന്നിട്ട് ഇന്ത്യയിൽ ഇത്തരം ക്ലാസിക് കലാരൂപങ്ങൾ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? ഞാൻ പണ്ടത്തെ കോൺടെമ്പററി ഡാൻസ് ആയിരുന്നു. അവിടെ ജപ്പാനിലെ ഡാൻസ് പഠിച്ച് അവിടെ പെർഫോം ചെയ്യുമായിരുന്നു. അവിടെ കോൺടെമ്പററി ഡാൻസ് ട്രൂപ്പ് ഉണ്ട്. പക്ഷേ കോൺടെമ്പററി ട്രഡീഷണൽ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട്. നമ്മുടെ ജീവിതം കുറച്ച് മാത്രമല്ലേ. പക്ഷേ ട്രഡീഷണൽ കുറെ പഠിച്ച കുറെ ലോകത്തിൽ അറിയാം, എന്താണ് ഡാൻസ്, എന്താണ് ലൈഫ് അറിയാം. അതുകൊണ്ട് ട്രഡീഷണൽ പഠിക്കാൻ അവിടെ ജാപ്പനീസ് ട്രഡീഷണൽ ഡാൻസ് ഫോം ഉണ്ടോ? ഉണ്ട്. കബുക്കി, നോ അങ്ങനെ ഉണ്ട്. പക്ഷേ ഇവിടത്തെ പോലെ ഓപ്പൺ അല്ല, വളരെ ക്ലോസ്ഡ് ആണ്. ആ ഫാമിലി ആയിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ലേ? എല്ലാവർക്കും ചിലപ്പം പഠിക്കാൻ പറ്റും, പക്ഷെ വളരെ ബുദ്ധിമുട്ട്. പിന്നെ അത് ആനകളുടെ ഇവിടുത്തെ കഥകളി പോലെ പുരുഷന്മാരുടെ സ്ത്രീകൾ കുറവ്. പൊതുവെ നമ്മൾ പിന്നെ പഠിച്ച് വരുമ്പോൾ ഈ ചിലർക്കൊക്കെ ഈ കലാരൂപങ്ങളോട് താല്പര്യം തോന്നത്തുള്ളൂ. ഇപ്പൊ ഡാൻസിനോട് എങ്ങനെ ഹിറോമിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്? അവിടെ ഞാൻ ഡാൻസ് ചെറിയ കുട്ടി സമയത്ത് വളരെ ഇഷ്ടമായിരുന്നു. പെർഫോമൻസ് കാണാൻ പോകായിരുന്നു. പിന്നെ ഫ്രണ്ട് കൂടി ഡാൻസ് ചെയ്ത് ഹൈസ്കൂൾ സമയത്ത് അങ്ങനെ കോമ്പറ്റീഷൻ
പോകും. സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ട്രഡീഷണൽ ഡാൻസ് പഠിക്കണമെന്നുള്ളൊരു താല്പര്യം വരുന്നത്. ട്രഡീഷണൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയത് ഉണ്ടാക്കാൻ പറ്റില്ല തോന്നി. അങ്ങനെ അന്വേഷിച്ചു അതിനെക്കുറിച്ച്. അന്വേഷിച്ചു. ഇന്ത്യയിലെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെന്നുള്ള അറിഞ്ഞു. സംസ്കൃത് തിയേറ്റർ ആർട്ട് ഹോം കൂടിയാത്തം 8 പണ്ടത്തെ ആർട്ട് ഹോം ആണ്. ഏറ്റവും പഴക്കമുള്ള രംഗകലയാണ് ലോകത്തിലെ. 2000 വർഷം പഴക്കമുള്ള രംഗകലയാണ് കൂടിയാട്ടം. അത് പഠിക്കണമെന്നുള്ളത് താല്പര്യം തോന്നി. അങ്ങനെ കേരളത്തിലേക്ക് വന്നു. ഇത് വായിച്ചുള്ള അറിവാണോ അതോ കേരളത്തിലുള്ള ആരെങ്കിലും പരിചയപ്പെട്ട്? അല്ല, വായിച്ചു. അങ്ങനെ കുറെ ആർട്ട് ഹോമിന്റെ പുസ്തകം വായിച്ചു. അങ്ങനെയാണ് കേരളത്തിലേക്ക് വരുന്നത്. അതുവരെ കണ്ടിട്ടില്ല. കണ്ട് വളരെ സജിച്ചിടെ മറുകി സതിയുടെ പ്രോഗ്രാം കണ്ടു. അങ്ങനെ കേരളത്തിൽ വന്നു. അത് 20 വർഷം മുമ്പാണല്ലേ? 20 വർഷം മുമ്പ് ആദ്യമായിട്ട് മാർഗി സതിയാണ് വന്ന് കണ്ടത്. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവിടെ? പഠിച്ചോ? നല്ല ദേവി പോലെ വിചാരിച്ചു സജിച്ചിടെ പെർഫോമൻസ്. അതുകൊണ്ട് അവിടെ പഠിക്കാൻ തുടങ്ങി. അഭിനയ എല്ലാം പഠിച്ചു. പിന്നെ പൂത്തന മോക്ഷ അരങ്ങേറ്റം ചെയ്തു. നങ്ങ്യാർകൂത്ത്. അത് എവിടെയായിരുന്നു അരങ്ങേറ്റം? വഞ്ചൂർ കൃഷ്ണൻ ടെമ്പിൾ. വഞ്ചൂർ കൃഷ്ണ ക്ഷേത്രത്തിൽ. സതി അന്നുണ്ടായിരുന്നു. ശരിക്ക് അലങ്കേത്രമല്ലേ അത്. പക്ഷേ നങ്ങ്യാർകൂത്ത് ജപ്പാനിൽ അവതരിപ്പിക്കാൻ പാടാണ്. അവിടെ മിരാവ് ഇല്ല. പിന്നെ നങ്ങ്യാർകൂത്ത് മനുഷ്യരൊക്കെ വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ വിചാരിച്ചപ്പോ സജിച്ചി കലാമന്ദരം ലീലാമ്മ ടീച്ചർ പരിചയപ്പെട്ടു തന്നു. മോഹിനിയാട്ടം പഠിക്കാം. അത് നങ്ങ്യാർകൂത്തും പഠിക്കാം. പക്ഷെ മോഹിനിയാട്ടം ചെയ്ത നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ ആ സമയത്ത് ലീലാമ്മ ടീച്ചർ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു തിരുവനന്തപുരം. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു. പിന്നെ പക്ഷെ ലീലാമ്മ ടീച്ചർ കലാമന്ദരം തിരിച്ചു പോയി. അതുകൊണ്ട് സജിച്ചി ഇവിടെ ലീലാമ്മ ടീച്ചർ അവിടെ പിന്നെ CBN കളരിപ്പയത്തോ ആ സമയത്ത് പഠിച്ചു. അതുകൊണ്ട് ഇതൊക്കെ അവിടെ പോകാൻ തിരുവനന്തപുരം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അതിനുശേഷം സജിച്ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയി. പിന്നെ സജിച്ചേച്ചി കലാമന്ദരം ജോയിൻ ചെയ്തു. അതുകൊണ്ട് കൂടുതൽ തൃശ്ശൂരിന് ഉണ്ടായിരുന്നു. ഈ മോഹിനിയാട്ടം തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ? ഭരതനാട്യം പോലുള്ള വേറെ നൃത്തരൂപങ്ങളുണ്ടല്ലോ. പക്ഷെ എനിക്ക് മോഹിനിയാട്ടം ഇഷ്ടം. നല്ല സ്ലോ മൂവ്മെന്റ്, ലാസ്യം, പിന്നെ കൂടുതൽ ഫേഷ്യൽ എക്സ്പ്രഷൻ. നങ്ങ്യാർകൂത്ത് ഭയങ്കര ഡിങ്ക് ആണ്. അതുകൊണ്ട് വ്യത്യാസമുണ്ട്. എന്നാലും നങ്ങ്യാർകൂത്ത് പഠിച്ച് നന്നായി. നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും. നൃത്തം പഠിക്കാനായിരുന്നോ മലയാളം പഠിക്കാനായിരുന്നോ പ്രയാസം? മലയാളം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു. പക്ഷെ ഒന്നും പുസ്തകം അല്ലെങ്കിൽ പഠിപ്പിക്കുക ഒന്നും ഇല്ല. സംസാരിച്ചു. പക്ഷെ ഇതിപ്പോ വളരെ നന്നായിട്ട് മറ്റു മലയാളികൾ സംസാരിക്കുന്ന പോലെ ഒരു നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇല്ല. സംസാരിക്കുന്നത് കുത്തി പോലെയാണ് അറിയാം. പക്ഷെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും, അത് മതി. എപ്പോഴും പിന്നെ സജിച്ച് അല്ലെങ്കിൽ ലീലാമ്മ ടീച്ചർ ഹോം വിരിക്കുന്നുണ്ട്. ഹോം കുറച്ച് ബുദ്ധിമുട്ടല്ലേ, എക്സ്പ്രഷൻ കാണിക്കുകയില്ലത് സംസാരിക്കുന്നത്. പക്ഷേ എല്ലാവരും എന്നെ ഫ്രണ്ടുകാർ എല്ലാ സഹിക്കാം എന്ന് മലയാളം എന്തെങ്കിലും മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കണം. എല്ലാ വർഷവും കേരളത്തിലേക്ക് വരണമെന്ന് തോന്നുന്നു. അങ്ങനെ നാച്ചുറലായിട്ട് വരുന്നുണ്ട്. ഇതൊരു നാടാണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ കേരളം? എന്താണ് കേരളത്തിലെ ഏറ്റവും ഹീറോമിക്ക് താല്പര്യം തോന്നുന്ന ഒരു കാര്യം, ഏറ്റവും താല്പര്യം ഇല്ലാത്തൊരു കാര്യം? താല്പര്യം കാര്യം ആർട്ട് ഹോം കുറേ ഉണ്ടല്ലേ. കുറേ പഠിക്കാൻ ആഗ്രഹം. ഒത്ത മാത്രം പഠിക്കുന്നു അങ്ങനെയല്ല. ഞാൻ കുറേ ആർട്ട് ഹോം പഠിക്കാം. അത് ചിലപ്പോൾ ആളുകൾ പറയും സിൻസിയർ അല്ല പറയും. പക്ഷെ എനിക്ക് അത് ഒന്നും മൈൻഡില്ല. എന്ന് ലൈഫിക്ക് വേണ്ടി പഠിക്കാം. എന്ത് ആർക്ക് ഒന്നും കൂടുതൽ കലകൾ പഠിക്കണമെന്നാണ് അല്ലേ? എല്ലാവരും അവിയൽ പരിവാകും. അവിയൽ പറയും കുഴപ്പമില്ല. പക്ഷേ ഏത് പറയുമെങ്കിലും കുഴപ്പമില്ല. ഞാൻ
ഇവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് ജീവിക്കുന്ന അങ്ങനെയല്ലല്ലോ. ഞാൻ ജാപ്പനീസാണ്, അവിടുത്തെ എന്ന സ്റ്റേജ്. അതെ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുറേ പഠിച്ചിട്ട് നല്ല പെർഫോമൻസ് ചെയ്താൽ മതി. നല്ല പെർഫോമൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ല പെർഫോമൻസ് ചെയ്യാൻ ആഗ്രഹം. ഈ മോഹിനിയാട്ടം അവിടെ ജപ്പാനിൽ അവതരിപ്പിച്ചപ്പോൾ ഉള്ള അവിടുത്തെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എല്ലാവരും തറപ്പറിച്ച ഇന്ത്യൻ കൾച്ചർ മാത്രമല്ല, എന്തിന് ജാപ്പനീസ് അവിടെ വരെ പോയി വളരെ മുതിച്ച് പഠിച്ചിട്ട് പെർഫോമൻസ് ചെയ്യുന്നത്, അത് തറപ്പറിയുണ്ട്. അല്ല, അവിടെ ഈ ഈ മോഹിനിയാട്ടം പെർഫോമൻസ് കാണാൻ വരുന്നത് ജപ്പാൻകാരാണോ കൂടുതലും? കൂടുതൽ ജപ്പാൻകാർ. ഇന്ത്യക്കാരും ഉണ്ട്, പക്ഷേ ഇവിടുത്തെ സിസ്റ്റം വ്യത്യാസം. ജപ്പാൻ എല്ലാവരും ടിക്കറ്റ് വാങ്ങുന്നത്. ഒരു ടിക്കറ്റ് ചിലപ്പോൾ 1500 അല്ലെങ്കിൽ 2000 ആവും. പക്ഷെ എല്ലാവരും വാങ്ങും. ടിക്കറ്റ് എടുത്താൽ പെർഫോമൻസ് കാണാൻ പറ്റും. സൗജന്യമായിട്ട് ഫ്രീ അല്ല. പക്ഷെ ഇന്ത്യ ആളുകൾ വാങ്ങില്ല. ഞാൻ കൊടുത്ത വരാം. ശരി. ഇങ്ങനെ സിസ്റ്റം വ്യത്യാസം. ജപ്പാൻകാർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ട്, അത് പറയാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും പരിപാടി വരും. ഈ ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു നോട്ട് കൊടുക്കൂ. എന്താണ് കഥ? കുറേ നോട്ട് കൊടുക്കും. പിന്നെ കുറേ അഡ്വർടൈസ്മെന്റ് ചെയ്യും. ന്യൂസ് പേപ്പർ വരും, ഡയറക്റ്റ് മെയിൽ അയക്കും. അതോടെ ഈ സ്റ്റോറി എന്താണെന്ന് പറയുകയും ചെയ്യും അല്ലേ? കുറേ പറയുകയും ചെയ്യും. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. കുത്തിക്കരയുണ്ട്. എത്ര കുട്ടികൾ? കുത്തിക്കരയുണ്ട്. ഉണ്ടല്ലേ? അത് എത്ര നാളത്തെ കോഴ്സാണ്? കോഴ്സ് അങ്ങനെയല്ല, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരാം. അവിടെ ആരും പ്രൊഫഷണൽ അല്ല, എല്ലാവരും ഹോബിയായിട്ട് ചെയ്യുന്നത്. ഹോബിയായിട്ടേ ഉള്ളൂ, അല്ലാതെ ഇത് പഠിച്ചൊരു വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് മാറണമെന്നുള്ളതില്ല. അവിടെ വലിയ ആർട്ടിസ്റ്റ് ജീവിക്കാൻ പറ്റില്ല ആർട്ടിസ്റ്റ് ആയാലും. അവിടെ ബിസിനസ് ഇമ്പോർട്ടൻറ്റ്. ഓ, അത് ശരി. ആർട്ട് ഒന്നും ഇമ്പോർട്ടൻറ്റ് അല്ല. ജപ്പാൻ പക്ഷേ ഒരു ട്രഡീഷണലി വലിയ ആർട്ട് പാരമ്പര്യമുള്ള ഒരു രാജ്യമല്ലേ? പക്ഷെ അത് വളരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം, അങ്ങനെ ഫാമിലിയായിട്ട് എടുക്കും. അല്ലാതെ ഒരു ഇത് കല ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കാൻ പ്രയാസമാണ്. വളരെ ആരും ഇല്ല അങ്ങനെ ആരും ഇല്ല. ചിലപ്പം TV ഫിലിം സ്റ്റാർ പറ്റും. പക്ഷേ പെയിൻറ്റർ അല്ലെങ്കിൽ അഭിനയിക്കും ആരും, അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കും വളരെ മുതി. ഹിറോമി ഡാൻസ് പഠിച്ചുകൊണ്ട് അവിടെ ജാപ്പനീസ് ഫിലിമിലൊക്കെ ഓഫർ വന്നിട്ടുണ്ടോ? ജപ്പാൻ ഒന്നും വന്നില്ല. അങ്ങനെ ഇവിടുത്തെ പോലെ അല്ല. എല്ലാ ഫിലിം ആക്ടർ ഉണ്ടെങ്കിൽ ആ വഴി പോകണം. എല്ലാം സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ്. അല്ല, നൃത്തം പഠിക്കുന്നുള്ളതുകൊണ്ട് സിനിമയിൽ ചാൻസ് കിട്ടണമെന്നില്ല. ഒന്നുമില്ല. ഇവിടെ കേരളത്തിലൊരു സിനിമയിൽ അഭിനയിച്ചെന്ന് തോന്നുന്നു അല്ലേ? നോത്താം. മാർഗി സതി അഭിനയിച്ച അതില് ഹിറോമി ആയിട്ട് തന്നെ ആയിരുന്നു. ഹിറോമി ആയിട്ട് അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. നല്ല എക്സ്പീരിയൻസ് അല്ലേ. ഇനി സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടോ? അതോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവിടെ കൂടുതൽ നിൽക്കാതെ വരും. അവിടെ ഞാൻ കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ നിൽക്കാൻ പാടില്ല. അവിടെ ഈ ഇത് പഠിപ്പിക്കുന്നതിന് പുറമെ വേറെ ജോലിയുണ്ടോ? യൂണിവേഴ്സിറ്റി ലെക്ചറാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറായിട്ട് എല്ലാ. ഞാൻ പഠിപ്പിക്കുന്ന സോഷ്യൽ വെൽഫെയർ യൂണിവേഴ്സിറ്റി. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ദാമായിട്ട് ഹാൻഡ് ജെസ്റ്റർ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ വേണമെന്ന് വരും. എങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചെയ്യുന്നതാ. പിന്നെ കുറച്ച് സോഷ്യൽ വെൽഫെയർ ഡാൻസ് ബന്ധം ആയിട്ട് എന്നെ ക്ലാസ് നടക്കുന്നത്. അങ്ങനെ ജപ്പാൻ സോഷ്യൽ വെൽഫെയർ ആർട്ട് ഹോം വളരെ ദൂരെ. പക്ഷെ അത് ദൂരെ ആയിരിക്കാൻ പറ്റില്ല, നല്ല അടുത്തായിരിക്കണം എന്ന് ചിന്ത. കുറേ ആളുകൾക്ക് സോഷ്യൽ വെൽഫെയർക്ക് നല്ലതാ വരും. കുറേ വയസ്സായ ആളുകൾ, ഹാൻഡിക്യാപ്പ് ഉണ്ട്, കുട്ടികളെ, ബ്ലൈൻഡ്, ഡാഫ് അല്ലെങ്കിൽ ആർട്ട് വേണം.
ജോലി മാത്രം നോക്കാൻ പാടില്ല. ആർട്ട് വേണമെന്നുണ്ട്. അതൊരു എല്ലാവരും അത് പഠിക്കണമെന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് ആ ലെക്ചറായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ജപ്പാനിലെ മോഹിനിയാട്ടം നർത്തകി, ആദ്യത്തെ മോഹിനിയാട്ടം നർത്തകി റോമിയല്ലേ? അതെ അതെ. ഇപ്പോൾ ആരെങ്കിലും ആ ലെവലിലേക്ക് വരുന്നുണ്ടോ? ആരുമില്ല. വേറെ ഏതെങ്കിലും ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ? കുറേ ഉണ്ട്. ഭരതനാട്യം, ഒഡീസി, കുച്ചിപ്പുടി, കഥക് എല്ലാവരും ഉണ്ട്. അതൊക്കെ ജപ്പാൻകാരാണോ ഇന്ത്യക്കാർ? ജപ്പാൻകാരി ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയത് എന്നെ പോലെ ഉണ്ടല്ലേ? ഉണ്ട്. ശരി. അതൊരു ഇതിനോടുള്ള ഒരു താല്പര്യം കൂടി വരുന്നുണ്ട് എന്ന് വേണേ പറയാം അല്ലേ? പിന്നെ ഇപ്പോൾ ഈ 20 വർഷത്തെ ഇതിനിടയിൽ ഇറോമി തീം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കണ്ണങ്കി അവതരിപ്പിച്ചു, അതുപോലെ എങ്ങനെയാണ് ഈ തീം സെലക്ട് ചെയ്യുന്നത്? കണ്ണങ്കി സെലക്ട് ചെയ്തത് സജിച്ചേച്ചി മരിച്ച ശേഷം. സജിച്ചേച്ചി ഞങ്ങൾക്ക് പഠിച്ചു. കണ്ണങ്കി അവതരിച്ചില്ല, പഠിച്ചു. പക്ഷെ സജിച്ചേച്ചി പെട്ടെന്ന് മരിച്ചു പോയി. വളരെ വിഷമം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ വിചാരിച്ചു. അദ്ദേഹം ഞങ്ങൾക്ക് അവതരിക്കാൻ വിചാരിച്ചു. പക്ഷേ വളരെ ബുദ്ധിമുട്ട്. മോഹിനിയാട്ടം കൂടുതൽ കോൺസെർട്ട് ചെയ്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അവതരിക്കാൻ വളരെ ബുദ്ധിമുട്ട്. എന്ത് ചെയ്യാൻ വിചാരിച്ചപ്പോൾ എന്നെ സഹായിക്കാൻ ആരുണ്ട്. ലീലാമ്മ ടീച്ചർ ഇപ്പം ഒട്ടും വയ്യ, അസുഖമാണ്. അതുകൊണ്ട് ലീലാമ്മ ടീച്ചർ സഹായിക്കാൻ ഇപ്പം പറ്റില്ല പറഞ്ഞു. അതുകൊണ്ട് റിസർച്ച് ചെയ്തപ്പോൾ ഇവിടെ അപർണ മുരളി ടീച്ചർ ഉണ്ട്. ഫിലിം ആക്ടർ അല്ല, ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്. എന്നെ സഹായിച്ചു, കണ്ണങ്കി കോമ്പോസ് ചെയ്യാൻ സഹായിച്ചു. അതുകൊണ്ട് അത് ജപ്പാൻ്റെ സെപ്റ്റംബർ സജിച്ചേച്ചിയുടെ DVD കാണിച്ചു എന്നെ ഡാൻസ്. അങ്ങനെ സജിച്ചേച്ചി മെമ്മോറിയലായിട്ട് ചെയ്തു. അവിടെ ചെയ്തു. സജിച്ചേച്ചിക്ക് ഗുരുദക്ഷിണ പോലെ ചെയ്തു. അവിടെ വന്ന് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ DVD മാത്രം വന്നു. എല്ലാവരും നല്ല ഇഷ്ടമായി. സജിച്ചേച്ചിയുടെ പരിപാടി നല്ല ഇഷ്ടമായി. പിന്നെ കണ്ണങ്കി ഡാൻസ് ഡ്രാമ ആയിട്ട് ചെയ്തു. എന്നെ സ്റ്റുഡൻറ്റുകാർ കൂടി എല്ലാവരും ചെയ്തു. അത് ഭയങ്കര സക്സസ് ആയി. പിന്നെ അത് കേട്ടിട്ട് സൂര്യ കൃഷ്ണമൂർത്തി സാർ എന്നെ വിളിച്ചു, ഇവിടെ ചെയ്യാം. അതുകൊണ്ട് ഈ വർഷം വന്നതാണ്. സൂര്യ കൃഷ്ണമൂർത്തി സാർ സജിച്ചേച്ചി നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സൂര്യയുടെ 2-3 പ്രവേശം ചെയ്തിട്ടുണ്ട് മുമ്പ്. മോഹിനിയാട്ടം 2 പ്രവേശം ചെയ്തു. സൂര്യക്ക് നല്ല ഓഡിയൻസ് ഉണ്ട്. നല്ല ഓഡിയൻസ് മാത്രമല്ല, കുറെ പബ്ലിഷ്മെന്റ് ഉണ്ട്. പിന്നെ സൂര്യ മെമ്പർ നല്ല സിൻസിയർ, ആർക്കൊക്കെ നല്ല സിൻസിയറാണ്. ആരും പൈസ നോക്കില്ല, സിൻസിയർ ആയിട്ട് ചെയ്യുന്നത് ആരും. ഈ നർത്തകി എന്നുള്ള നിലയിൽ ഹിറോമിക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്തായിരുന്നു? ആരിൽ നിന്നാണ് ഏറ്റവും വലിയ അഭിനന്ദനം ലഭിച്ചത്? ഈ വർഷം സജിച്ചേച്ചിയുടെ ഫാമിലി വന്നു. രേവതി ഭർത്താവ്, അപ്പു, റിലേറ്റീവ് എല്ലാവരും വന്നിട്ട് നല്ല സന്തോഷം. അത് എനിക്ക് നല്ല സന്തോഷം. വളരെ നമ്മൾ വേദന ഇനിയുണ്ട്. സജിച്ചേച്ചി മരിച്ചു, വളരെ വേദന. പക്ഷേ എന്നെ പരിപാടി നോക്കി നല്ല സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും സജിച്ചേച്ചി മാത്രം ചിന്തിച്ചിട്ട് ഡാൻസ് ചെയ്തു. അത് മനുഷ്യരായി പറഞ്ഞു. അത് ഏറ്റവും എനിക്ക് നല്ല സന്തോഷം. സതിയില്ലാത്തൊരു കേരളത്തിലേക്ക് വന്നതിൽ വരുമ്പോൾ വലിയ വിഷമം, വളരെ ബുദ്ധിമുട്ട്. ഒരു നിറം പോയി, എല്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണും. ഒരു വെളിച്ചം പോയെന്ന് തോന്നുന്നു. വളരെ ബുദ്ധിമുട്ട്. ശരി. നമുക്ക് ജപ്പാനിലേക്ക് വന്നാൽ ജപ്പാനിലെ ജീവിതമൊക്കെ എങ്ങനെയാണ്? ജപ്പാന്റെ ജീവിതം എങ്ങനെയാണ്? ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്? വലിയ വീട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ലൈഫിനോടുള്ള? ലൈഫ് ആറ്റിറ്റ്യൂഡ് വെച്ചാൽ ഇവിടത്തെ കമ്പയർ ചെയ്താൽ വളരെ സിമ്പിൾ. അവിടെ നമ്മൾ ജോലി ചെയ്യുക, നമ്മളുടെ കുറച്ച് ഇൻകം ഉണ്ടെങ്കിൽ ചെറിയ വീട് മതി. വളരെ ഇൻകം ഉണ്ടെങ്കിൽ നല്ല വീട്, നല്ല ലൈഫ്. പക്ഷെ ആരും അങ്ങനെ അസൂയ ഒന്നും അറിയില്ല. നമ്മൾ സെലക്ട് ചെയ്ത് ലൈഫ് പോയാൽ മതി. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ആരും എത്തി നോക്കത്തില്ല, നോക്കില്ല. മലയാളിക്ക് അത് ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ഉണ്ട് തോന്നുന്നു. അത് അടുത്ത പരിചയപ്പെടുമ്പോൾ തോന്നാറുണ്ട് അല്ലേ? തോന്നുന്നു. എപ്പോഴും ആഗ്രഹം, ഇനി വലുതാക്കണം ആഗ്രഹം.
എന്നോ തോന്നുന്നു സോറി മൈൻഡില് ഒരുപാട് സുഖ സൗകര്യങ്ങൾ വേണമെന്നുള്ള ഒരു തോന്നൽ. തോന്നുന്നു. ജപ്പാനിൽ അങ്ങനെയല്ല, അങ്ങനെയല്ല നമ്മൾ അവനവന്റെ ജീവിതത്തിനനുസരിച്ച് പുവാ ഡിച്ച് ഒരു മൈൻഡ് ഇല്ല. നമ്മൾ സെലക്ട് ചെയ്ത് വാടി പോയാൽ മതി. മതി. അവിടെ ഈ എർത്ത് ഒക്കെ വരാറുണ്ടല്ലോ, അന്നേരം വീടൊക്കെ ഇപ്പൊ ഒരു കുറെ വർഷം മുമ്പ് ഒരു വലിയ ഇതുണ്ടായി. ഉണ്ട്. പിന്നെ ഇനി എപ്പോഴും ഉണ്ട് പേടിയുണ്ടല്ലേ? ചിലപ്പോൾ ഞാൻ ജപ്പാൻ പോകുമ്പോൾ ജപ്പാൻ ഉണ്ട് പേടി. അത് ശരി. ആ ഒരു ടെൻഷൻ എപ്പോഴും എല്ലാവരിലും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നല്ല ദയ ഉണ്ട്. വളരെ വിഷമിക്കും ആരും ഉണ്ടെങ്കിൽ സഹായിക്കാം. അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ ഒരു അർത്ഥം എല്ലാവർക്കും മനസ്സിലായി. അത് ചെറിയൊരു ജീവിതമാണെന്ന് അല്ലേ? ആസ്ക്ക് ശേഷം നമ്മൾ മാറി. മാറി. അതുവരെ അത്ര താല്പര്യമില്ല, താല്പര്യമില്ലായിരുന്നു. ഇപ്പം നല്ല താല്പര്യം. സഹായിക്കാം. ചിലപ്പോൾ നമ്മളുടെ ജപ്പാൻ ചിലപ്പം പോകും. പക്ഷെ അതുവരെ നല്ല ജീവിതം. അങ്ങനെ അത്ര ഫ്യൂച്ചർ നോക്കാൻ പാടില്ല ഇപ്പം.